ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. അൻവർ ഒരു ചെറിയ മീനൊന്നുമല്ല എന്ന് കേരളത്തിനെ ബോധ്യപ്പെടുത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത്. ഇന്നലെ ADGPയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചപ്പോൾ തന്നെ ഒരു കാര്യം അൻവർ കേരളത്തിനെ ബോധ്യപ്പെടുത്തി. താൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച ഒന്നാമത്തെ വ്യക്തിയെ ഔദ്യോഗിക കർമ്മത്തിൽ നിന്നും മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായതിൻ്റെ പിന്നിൽ ഒരേ ഒരു വ്യക്തി തന്നെയാണ്, അത് PV അൻവർ തന്നെയുമാണ്. ADGPക്കെതിരെ തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഈ അൻവർ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിനെ ഒന്നാം നിലയിൽ തന്നെ ജയിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഇടതുവശത്ത് സദാ നേരവും ഉണ്ടാകുമായിരുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകിയിരുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഈ ADGP നേടിയെടുത്ത, അജിത് കുമാർ നേടിയെടുത്ത സ്വാധീനത്തിനെയും അദ്ദേഹം നേടിയെടുത്ത ഖ്യാതിയെയും ഇപ്പോൾ അൻവറിൻ്റെ തോക്കിൻ മുനയിൽ, രാഷ്ട്രീയ തോക്കിൻ മുനയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചത് അൻവർ എന്ന വലിയ മീനിൻ്റെ ഒരു വലിയ പ്രവൃത്തി തന്നെയാണെന്ന് പറയാതെ വയ്യ. അൻവർ പറയാൻ ധൈര്യം കാണിച്ചത് പല ഘടകകക്ഷികൾക്ക് പോലും പറയാൻ ധൈര്യമില്ലാത്ത കാര്യമായിരുന്നു. കാരണം ഈ ADGP പത്മകുമാർ, അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് കേരളം ഏകദേശം കഴിഞ്ഞ 2 ആഴ്ചകളായി കേരളത്തിന് ബോധ്യപ്പെട്ട കാര്യവുമായിരുന്നു. കാരണം ഈ അജിത് കുമാർ നടത്തിയ പല നീക്കങ്ങളും ഒരു പക്ഷേ ഈ കേരളത്തിൽ വരാൻ പോകുന്ന ചില രാഷ്ട്രീയ ധ്രുവീകരണങ്ങളുടെ ഒക്കെ ചില പശ്ചാത്തലം ഒരുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് മുമ്പ് തന്നെ ഈ ADGP പോയി RSS നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തീർച്ചയായും ഉണ്ടാകാൻ പോകുന്ന ചില രാഷ്ട്രീയ നീക്കുപോക്കുകൾക്ക് വേണ്ടിയായിരുന്നു എന്ന് കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമൊക്കെ അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. അങ്ങനെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നിയോഗിക്കപ്പെട്ടു എന്ന് സംശയിക്കേണ്ട ഒരു വ്യക്തിയെ, ഇന്നത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ആ ഭരണത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തു നിന്നും മാറ്റിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അൻവർ പൊട്ടിച്ച വെടി അതിൻ്റേതായ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെ വയ്യ. മറ്റൊന്നുകൂടി നിങ്ങൾ നോക്കുക. കഴിഞ്ഞ ഏകദേശം 1 മാസത്തോളമായി കേരള രാഷ്ട്രീയം ഒരു വ്യക്തിയിൽ തന്നെ ചുറ്റിത്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് PV അൻവർ എന്ന നേതാവിൽ പറ്റിയായിരുന്നു. അദ്ദേഹം ഒരു ഇടതുമുന്നണിയുടെ സ്വതന്ത്ര MLA ആയി നിലമ്പൂരിൽ നിന്നും ജയിച്ച് നിയമസഭയിൽ എത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സ്വാധീനത്തിന് വഴങ്ങാതെ പറയാനുള്ള ധൈര്യവും നട്ടല്ലും അദ്ദേഹത്തിന് കാണിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യമുള്ള മറ്റ് പലരും ഈ മുന്നണിയിലുണ്ട്. പ്രത്യേകിച്ച് CPIക്ക് പോലും. CPI പതുങ്ങി പലപ്പോഴും കാര്യം പറയുന്നു എന്നുള്ളതല്ലാതെ നെഞ്ച് വിരിച്ച് നിന്ന് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം ഇപ്പോഴും ആർജിച്ചിട്ടില്ലാത്തൊരു പാർട്ടിയാണ് CPI. പക്ഷേ അൻവർ വെടി പൊട്ടിച്ചപ്പോൾ നിവർത്തിയില്ലാതെ അവർക്കും അൻവർ പറഞ്ഞത് ശരിയാണ് എന്നുള്ള നിലയിലേക്ക് വന്ന് നിൽക്കേണ്ടി വന്നു. അതിനവർ കാണുന്ന രാഷ്ട്രീയ കാരണം എന്ന് പറഞ്ഞാൽ RSS നേതാവിനെ കണ്ടതും തൃശ്ശൂർ പൂരം കലക്കിയതുമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത ആൾ VS സുനിൽകുമാറാണ്. CPIയെ കൊണ്ട് ഈ നിലപാടിലേക്ക്
ശക്തമായി തന്നെ ഒരു നിലപാടെടുക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ച ഘടകവും അദ്ദേഹമാണ്. കാരണം തൃശ്ശൂരിലെ തോൽവിയുടെ രുചി അറിഞ്ഞ മനുഷ്യനാണ് സുനിൽകുമാർ. അദ്ദേഹം അവിടെ ജയിക്കുമെന്ന് ഏറെക്കുറെ വിശ്വസിക്കപ്പെട്ടിരുന്നു. കാരണം ഒരു മിടുക്കനായ, നല്ലവനായ, ജനസ്വാധീനമുള്ള, നന്മയുള്ള ഒരു നേതാവായിട്ടാണ് സുനിൽകുമാറിനെ തൃശ്ശൂർ എപ്പോഴും കൂടെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ജനങ്ങളുടെ പ്രിയങ്കരനായ ഒരു നാട്ടുകാരൻ എന്നുള്ള നിലയിലേക്ക് വളർന്ന വ്യക്തിയാണ്. ജയിക്കുമെന്ന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. മുരളി വന്നതുകൊണ്ട് മാത്രം അല്പം സംശയമുണ്ടെങ്കിലും പ്രവർത്തനത്തിൻ്റെ മികവിൽ വളരെയധികം സുനിൽകുമാർ മുന്നോട്ട് പോയിരുന്നു. അവിടെ മുരളിയെ കാലുവാരാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ നീക്കം നടത്തിയ വിവരം കൂടി ആയപ്പോൾ CPI ക്യാമ്പുകളിൽ വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു സുനിൽകുമാർ ജയിക്കും എന്നുള്ളത്. പക്ഷേ പൂരം കലർത്തി അവിടെ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു പോലീസ് ഓഫീസർ ഇനി ആ സ്ഥാനത്ത് ഇടതുമുന്നണി ഭരിക്കുമ്പോൾ ഉണ്ടാകരുതെന്ന് ഈ സുനിൽകുമാറിന് തന്നെ ഉണ്ടായിരുന്നു ഒരു വാശി. കാരണം ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി എന്ന് പറയുന്നത് CPI ആണ്. അപ്പോൾ ആ CPIക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച ഒരു വ്യക്തി, ആ പശ്ചാത്തലം ഒരുക്കിയ വ്യക്തി, അദ്ദേഹത്തിന് ഈ മുന്നണി ഭരിക്കുമ്പോൾ ആ കൃത്യമായ ഒരു ലാ ആൻഡ് ഓർഡർ പോലുള്ള ഒരു പോസ്റ്റിൽ തുടരുന്നത് തങ്ങൾക്ക് പോലും അപമാനമാണെന്ന് CPIക്ക് പറയേണ്ടി വന്നു. പക്ഷേ CPIക്ക് പറയേണ്ടി വന്നപ്പോൾ പോലും CPIക്കും പലവട്ടം സംശയം വന്നു. ഈ കാര്യത്തിൽ ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും അവർക്ക് ലഭിച്ചു എങ്കിലും നടക്കുമോ എന്നുള്ളതിൽ അവർക്കും സംശയമുണ്ടായിരുന്നു. കാരണം അന്വേഷണങ്ങൾ പുതിയത് വരുന്നു എന്നുള്ളതല്ലാതെ ഈ ലാ ആൻഡ് ഓർഡർ പൊസിഷനിൽ നിന്നും ഈ ADGPയെ മാറ്റുന്നതിൽ ഒരു അലംഘനീയമായ തീരുമാനമുണ്ടാക്കാത്തതിൽ അവരും ഖിന്നരായിരുന്നു. എന്തായാലും അൻവർ ഉയർത്തിയതിൻ്റെ പിന്നിൽ, ആരോപണത്തിനും ആക്ഷേപങ്ങൾക്കും പിന്നിൽ പലരുടെയും പിന്തുണ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒന്ന് CPIയുടെ പിന്തുണ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നേടിയെടുക്കാൻ ഈ മനുഷ്യന് ഒറ്റയ്ക്ക് അങ്ങനെ കഴിഞ്ഞു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഒരു MLA മാത്രമാണ്. അതിലപ്പുറം വലിയൊരു രാഷ്ട്രീയ സ്വാധീനമൊന്നും അദ്ദേഹത്തിന് ഈ ഇടതുമുന്നണിയിലുണ്ടെന്ന് പറയാൻ വയ്യ. പക്ഷേ ഒറ്റയ്ക്ക് അദ്ദേഹം ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയ സമ്മേളനങ്ങളിൽ എത്തിയ ആളുകളുടെ ബാഹുല്യം നോക്കുക. ഇവിടുത്തെ ഈ സോഷ്യൽ മീഡിയ മുഴുവൻ PV അൻവറിനെ ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ നോക്കുക. ഇവിടുത്തെ പ്രിൻ്റ് മീഡിയ ഉൾപ്പെടെ ഒന്നാം പേജിൽ അൻവറിനെ സംബന്ധിച്ച വാർത്ത കൊടുക്കുന്ന അവസ്ഥ നോക്കുക. ഈ ദേശീയ തലത്തിലെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ DMKയുമായിട്ട് പോലും ബന്ധമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നോക്കുക. ഇതെല്ലാം ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് അൻവർ എന്ന രാഷ്ട്രീയ നേതാവ് നേടിയെടുത്ത ഒരു സ്വാധീനമാണ്. അത് കേരളത്തിൽ ആദ്യത്തെ ചരിത്രമാണെന്ന് പറയാതെ വയ്യ. ഒരു ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു നെടുങ്കോട്ടയെ, അതിൻ്റെ അമരത്തിരിക്കുന്ന പിണറായി വിജയനെ പോലുള്ള ഒരു ശക്തനായ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോദയിൽ ഇറങ്ങണമെങ്കിൽ അത് ഒരു ഇരട്ടച്ചങ്കുള്ള ഒരാളിനെ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒന്നാമത്തെ നേതാവായി വിരാജിക്കുമ്പോഴും അദ്ദേഹത്തിന് നേർക്കുനേർ നിൽക്കാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് അൻവർ സ്വയം വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റയ്ക്കല്ല, കൂട്ടത്തിൽ എനിക്ക് ആളുണ്ടെന്ന് തെളിയിക്കപ്പെട്ട സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ട് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തു. പക്ഷെ അതിവിടെ കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും അൻവർ മുന്നോട്ട് തന്നെ കാൽവെക്കാനാണ് സാധ്യത. അതിശക്തമായ ചുവടുവെപ്പുകളോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ തൻ്റേതായ സ്ഥാനം അൻവർ
നേടിയെടുത്തിരിക്കുന്നു. ഇനി നേടിയെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താനും. അദ്ദേഹം രാജിവെക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി കാണുന്നത്. വീണ്ടും നിലമ്പൂരിൽ തന്നെ മത്സരിച്ച് അദ്ദേഹം വിജയക്കൊടി പാറിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ തന്നെ ഒരുങ്ങിക്കിട്ടിയിരിക്കുന്നു. ആളുകൾ അദ്ദേഹത്തിനെ അങ്ങോട്ട് പോയി കാണുകയാണ്. ഒരു നേതാവ് സാധാരണ ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ആളുകളെ പോയി കാണുന്നു. പക്ഷേ ഇവിടെ അതല്ല. പിന്തുണയുമായി കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അൻവറിനെ തേടി എത്തുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നു, അൻവർ ഒരു ചെറിയ മീനല്ല.